ഇറാൻ ഓയിൽ ചൈനയ്ക്ക് കിട്ടില്ല, പകരം ഞങ്ങളുടെ ഓയിൽ തരാം, അല്ലെങ്കിൽ വെനിസ്വേലൻ എണ്ണ തരാം എന്ന് പറഞ്ഞ് അമേരിക്ക ചൈനയ്ക്ക് ഒരു കൗണ്ടർ ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഇത് നടക്കാൻ പോകുന്നൊരു സാധ്യതയുണ്ടോ? ഇതൊന്നും പറയാതെ തന്നെ ചൈനയ്ക്ക് തിരിച്ചു വെക്കാവുന്ന ഒരു കാര്യമുണ്ട്. ശരിയാണ്, എണ്ണ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഈ മിസൈലുകളടക്കം ചിപ്പ് നിർമ്മാണത്തിനടക്കമുള്ള റെയർ എർത്ത്സിൻ്റെ 90% പോകുന്നത് ചൈന എന്ന് പറഞ്ഞ വിശാലമായ മേഖലയിൽ നിന്നാണ്. അതായത് ഈ 60 മുതൽ 70% വരെ റെയർ എർത്ത്, 85 മുതൽ 91% ഇതിൻ്റെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാനുഫാക്ചറിങ് ഏതാണ്ട് 96% ഇത്രയും ചൈനയിലാണ്. എന്ന് വെച്ചാൽ ആധുനിക ലോക രാജ്യങ്ങൾ ആധുനിക കാലത്ത് പുതിയ ടെക്നോളജികളെയും എഐയെയും എല്ലാം ഡ്രൈവ് ചെയ്യുന്ന അടിസ്ഥാനപരമായ ബാറ്ററീസ് ഇതിനെല്ലാം ഡീൽ ചെയ്യുന്ന സ്ഥലം ചൈനയാണ്. അപ്പോൾ എണ്ണ മുടക്കമെന്ന് പറഞ്ഞാൽ എണ്ണ വെച്ച് പിന്നെ ഓടിക്കേണ്ട ബാക്കി സാധനങ്ങളൊന്നും ഇവിടെ നിന്നും കിട്ടില്ല. ഇത് അമേരിക്കയ്ക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇത് അറിയാവുന്നേ. ഇപ്പോൾ തന്നെ ചൈന ഇത്തരം റെയർ എർത്ത്സിൻ്റെ കയറ്റുമതിക്ക് ലൈസൻസ് ഏർപ്പെടുത്തുകയും ചെറിയ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഇട്ട പോലെ നിർത്താൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് ഒരു 2-3 സ്വിച്ച് ഇട്ടാൽ എങ്ങനെ നിർത്താൻ പറ്റുമോ അതുപോലെ നിർത്താൻ ചൈനയ്ക്കും പറ്റും. ചുരുക്കത്തിലേ ഉള്ളൂ, അഡ്വാൻറ്റേജ് പരിപൂർണമായും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട രണ്ടാം ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തരത്തിലും അമേരിക്ക രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായും തീരണം. ഇറാനിൽ ഒരു സൈനികൻ പോലും ഒരു മിസൈൽ തൊടുക്കാൻ കഴിവില്ലാത്ത രീതിയിൽ ഇല്ലാതാവണം. അതല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് അങ്ങനെ തന്നെ നിൽക്കും. ആ ബ്ലോക്കേഡ് ഇറാൻ നിയന്ത്രിക്കുന്നതായിരിക്കും. അമേരിക്കയുടെ ബ്ലോക്കേഡ് നിഷ്പ്രഭമായിരിക്കും. ചൈനയുടെ കപ്പലുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ചൈനയുടെ ഈ ബ്ലോക്കേഡിനെ തടയാൻ, ചൈനയുടെ കപ്പലുകളെ തടയാനുള്ള യാതൊരു ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ അമേരിക്ക എളിഭരായി നിൽക്കുന്ന ഒരു സാഹചര്യമേ നിൽക്കുകയുള്ളൂ. ഇനി ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം നോക്കൂ. ആദ്യത്തെ ചർച്ച നടക്കുമ്പോൾ ഇസ്ലാമാബാദിലേക്കുള്ള ഇറാൻ്റെ പ്ലെയിൻ വന്നിറങ്ങുമ്പോൾ ഫെബ്രുവരി 28 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രവും ബാഗും ആ പ്ലെയിനിൽ 120 സീറ്റുകളിൽ നിരത്തി വെച്ചിട്ടാണ് അവർ വരുന്നത്. അത്രയും പ്ലാൻഡായിരുന്നു. അത്രയും സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജും ലോകത്തിൻ്റെ ഒരു അനുകമ്പയും നേടിക്കൊണ്ടാണ് ആ ചർച്ച പരാജയപ്പെട്ടിട്ട് അവർ തിരിച്ചു പോകുന്നത്. അത്രയും ഒരു മേൽക്കൈ ഈ ചർച്ച വേണോ വേണ്ടയോ എന്ന കാര്യം മുതൽ ഈ യുദ്ധം അവസാനിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ പോലും അവർക്കുണ്ട്. ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ ടേംസിൽ വരാൻ, വേണമെങ്കിൽ ചർച്ച നടത്തൂ, വേണമെങ്കിൽ സമാധാനം കൊണ്ടുവരൂ, നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ചർച്ച അവസാനിക്കുന്നത്.